ഇന്ന് തൃശ്ശൂർ പൂരം. ദശലക്ഷത്തിലധികം സന്ദർശകരുള്ള തൃശ്ശൂർ പൂരം ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ്. 1796 ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത്. കൊടിയേറ്റം മുതലാണ് പൂരം ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന് 7 ദിവസം മുമ്പാണ് കൊടിയേറ്റം ആരംഭിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളും ചടങ്ങിന് സന്നിഹിതരാകുന്നു. തൃശ്ശൂർ പൂരത്തിന് വേദിയായ വടക്കുംനാഥൻ ക്ഷേത്രത്തിൻ്റെ തെക്കേ കവാടത്തിൽ നെയ്ത്തിലക്കാവിലമ്മയുടെ വിഗ്രഹം ആനയിച്ച് തുറക്കുന്ന ആചാരമാണ് പൂര വിളംബരം. പ്രധാന പൂരം പുലർച്ചെ കണിമംഗലം ശാസ്താവ് എഴുന്നള്ളിപ്പിൻ്റെ സമയത്താണ് ആരംഭിക്കുന്നത്. തുടർന്ന് മറ്റ് 6 ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളിപ്പും നടക്കും. തിമില, മദ്ദളം, കാഹളം, കൈത്താളം, ഇടക്ക തുടങ്ങിയ വാദ്യങ്ങളുമായി 200-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചവാദ്യം മേളമായ മടത്തിൽ വരവ് തൃശ്ശൂർ പൂരത്തിലെ പ്രധാന പരിപാടികളിൽ ഒന്നാണ്. 2 മണിയോടുകൂടി വടക്കുംനാഥൻ ക്ഷേത്രത്തിനകത്ത് ആരംഭിക്കുന്ന ഇലഞ്ഞിത്തറ മേളം താളം, കാഹളം, കുഴൽ, കൈത്താളം എന്നിവ അടങ്ങുന്ന പൂരത്തിൻ്റെ കേന്ദ്ര ആകർഷണങ്ങളിൽ ഒന്നാണ്. നെറ്റിപ്പട്ടം, അതിശയകരമായ രീതിയിൽ നിർമ്മിച്ച കോലം, അലങ്കാരമണികൾ, ആഭരണങ്ങൾ എന്നിവയാൽ അലങ്കരിച്ച ആനകളുടെ നല്ല ശേഖരം പൂരത്തിലുണ്ട്. പൂരം അവസാനിച്ച് ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷം പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങൾ പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് തെക്കേ ഗോപുരത്തിലൂടെ പുറത്തേക്ക് വന്ന് ദൂരസ്ഥലങ്ങളിൽ മുഖാമുഖം അണിനിരക്കും. മേളത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുകൂട്ടരും പൂരത്തിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന കുടമാറ്റം എന്ന ആനകളുടെ മുകളിൽ വർണ്ണാഭമായതും കരകൗശലവുമായ കുടകൾ പരസ്പരം മത്സരിച്ചു കൈമാറുന്നു. പിന്നീട് വടക്കുംനാഥൻ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരത്തിനടുത്തുള്ള നിലപാട് തറയിൽ എല്ലാ പൂരങ്ങളും സമാപിക്കുന്നു.